ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ഫംഗ്ഷൻ്റെ ഡൊമൈൻ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്, അതിലെ നമ്പർ ഓഫ് വൺ ഫംഗ്ഷൻസ്, നമ്പർ ഓഫ് ഓൺ ടു ഫംഗ്ഷൻസ് ഇവയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിലാക്കുക. സ്റ്റെപ്പ് 1 y ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. സ്റ്റെപ്പ് 2 അതിലെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യാം. സ്റ്റെപ്പ് 3 അതിൽ നിന്നും y കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിലാക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് y ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ ഫോമിലേക്ക് ഒന്ന് മാറ്റാം. സോ y ഈക്വൽ ടു e റൈസ് ടു 2x. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് അതിന്റെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു e റൈസ് ടു 2y. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? y കണ്ടുപിടിക്കണം. അപ്പോൾ y കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? log x to the base e ഈക്വൽ ടു ഇത് 2y ആയി. therefore y ഈക്വൽ ടു 1/2 log x എന്ന് പറഞ്ഞാൽ log root x to the base e, അല്ലെങ്കിൽ നമ്മൾ ln root x എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ഓപ്ഷനകത്ത് പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഇതിനെ നമുക്ക് g of x is equal to log root x to the base e എന്ന് കിട്ടും. അതായത് ആൻസർ സി ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എന്താണെന്ന് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ ആദ്യം അതിനെ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഫോമിലാക്കണം. ഇവിടെ ആ ഫോമിൽ തന്നെയാണ് ഇരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? അതിന്റെ എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യണം. എക്സും വൈയും ഇന്റർചേഞ്ച് ചെയ്യാൻ സോ എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ പ്ലസ് ഇ റൈസ് ടു മൈനസ് വൈ ബൈ ഇ റൈസ് ടു വൈ മൈനസ് ഇ റൈസ് ടു മൈനസ് വൈ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് എഴുതാം? സോ ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു വൈ പ്ലസ് 1 ബൈ ഇ റൈസ് ടു വൈ ബൈ ഇ റൈസ് ടു വൈ മൈനസ് 1 ബൈ ഇ റൈസ് ടു വൈ. അതിനെ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ അത് ഇ റൈസ് ടു 2y പ്ലസ് 1 ബൈ ഇ റൈസ് ടു 2y മൈനസ് 1 എന്നാവും അല്ലേ? കാരണം ഇവിടുത്തെ ഡിനോമിനേറ്ററിൽ ഇ റൈസ് ടു വൈ, ഇവിടെ ഇ റൈസ് ടു വൈ രണ്ട് ക്യാൻസൽ ആയി പോകും. ബാക്കി എൽ സി എടുക്കുമ്പോൾ ഈ ഫോമിലേക്ക് വരും. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മുടെ ലക്ഷ്യം y കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. സോ എക്സ് ഇൻറ്റു ഇ റൈസ് ടു 2y മൈനസ് 1 ഈക്വൽ ടു ഇ റൈസ് ടു 2y പ്ലസ് 1 ആണ്. അപ്പോൾ നമുക്ക് ഈ y ആണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇ റൈസ് ടു 2y ഉള്ള ടൈമുകളെ ഒന്നിച്ച് മാറ്റാം. സോ എക്സ് മൈനസ് 1 അല്ലേ? ബാക്കിയുള്ള അപ്പുറത്ത് പോകുമ്പോൾ ഈ മൈനസ് എക്സ് അപ്പുറത്ത് പോയപ്പോൾ പ്ലസ് എക്സ് ആയി. therefore ഇ റൈസ് ടു 2y ഈക്വൽ ടു എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1 ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇ റൈസ് ടു 2y നിന്നും y കണ്ടുപിടിക്കാനായിട്ട് ലോഗരിതം എടുക്കാം. സോ 2y ഈക്വൽ ടു ലോഗ് എക്സ് പ്ലസ് 1 ബൈ എക്സ് മൈനസ് 1. therefore y equal to 1/2 log to the base e x plus 1 by x minus 1. ഇതാണ് അതിന്റെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the inverse of the function f from r to r defined by f of x is equal to e raised to x minus e raised to minus x by 2. നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ തന്നെ ഇത് നിങ്ങൾക്ക് തന്നെ സോൾവ് ചെയ്യാം. സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആയ ലോഗ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 എന്ന ആൻസർ കിട്ടും. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 6x പ്ലസ് 5 ആണ്. എഫ് എൻ എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ അപ് ടു n ടൈംസ്. അങ്ങനെയാണെങ്കിൽ എഫ് 15 ഓഫ് 5 ആണ് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം നമുക്ക് എഫ് ഓഫ് 5 ഒന്ന് നോക്കാം. സോ എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു 6 into 5 plus 5. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമേ 6 into 5 13 എഴുതി വെക്കരുത്.
കാരണം അത് അവസാനം മാത്രമേ അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് ഏത് ഫോമിലേക്ക് വരണം എന്ന് നിശ്ചയിക്കാവൂ. കാരണം ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അതിൻ്റെ ഓപ്ഷൻ നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എഫ് 2/5 എന്ന് പറഞ്ഞാൽ എഫ് കോമ്പോസിഷൻ f(5) അല്ലേ? ദാറ്റ് ഈസ് എഫ് കോമ്പോസിഷൻ f(5) നമുക്കറിയാം 6 × 5 + 5. അപ്പോൾ തന്നിരിക്കുന്ന റൂൾ അനുസരിച്ച് എക്സിന് പകരം ഇരിക്കുന്നത് 6 × 5 + 5 ആണ്. അപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ അതങ്ങനെ മാറും. 6 × 6ന് പകരം ഇരിക്കുന്നത് എന്താണോ അത് 6 × 5 + 5 + that is 6² × 5 + 6 × 5 + 5 അല്ലേ? കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ 6² × 5 + 6 × 5 + 6⁻0 × 5 അല്ലേ? 6⁻1 6⁻0. അങ്ങനെയാണെങ്കിൽ f15/5 നമുക്ക് എഴുതാൻ അറിയാം. എന്ത് വരും? 6⁻15 × 5 + 6⁻14 × 5 + etc. + 6⁻1 × 5 + 6⁻0 × 5. അപ്പോൾ എല്ലായിടത്തുനിന്നും 5 കോമൺ ആയതുകൊണ്ട് ഇനി മാറ്റാം. ബാക്കി 6⁻15 + 6⁻14 + etc. + 6 + 1 അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇതൊരു ജോമെട്രിക് പ്രോഗ്രഷൻ ആണ്. വിത്ത് കോമൺ റേഷ്യോ 6 ആണ്. 6 > 1 ആണ്. മൊത്തം എത്ര ടേമുകൾ ഉണ്ടെന്ന് നോക്കാം. ടേബിൾ നമ്പർ ശ്രദ്ധിക്കണം. 6ന്റെ പവർ 1 ആണ്. ഈ 6ന്റെ പവർ 1 ആണ്. അപ്പോൾ 1 മുതൽ 15 വരെ ഉള്ള ടേമുകൾ പ്ലസ് അഡീഷണൽ ഒരു ടേം. അപ്പോൾ മൊത്തം 16 ടേമുകളുണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × ഇതിന്റെ സം എടുക്കുമ്പം കോമൺ റേഷ്യോ > 1 ആയതുകൊണ്ട് r⁻n−1/r−1 എന്ന് ഫോമുല ആകും. അപ്പോൾ ഇവിടെ r എന്ന് പറയുന്നത് 6 ആണ്. 6⁻16 - 1/6 - 1 അല്ലേ? സോ 6 - 1ഉം 5ഉം ക്യാൻസൽ ചെയ്യാം. ബാക്കി 6⁻16 - 1 എന്ന് ആൻസർ കിട്ടും. അതായത് നമ്മുടെ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഒരു സെറ്റ് തന്നിട്ടുണ്ട്. അതിനകത്ത് ഓൺ ടു അല്ലാത്ത ഫംഗ്ഷൻസുകളുടെ എണ്ണമാണ്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ആദ്യം നമുക്ക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഫംഗ്ഷൻ ഈസ് എ റൂൾ വിച്ച് അസൈൻസ് ടു ഈച്ച് എലമെന്റ് ഇൻ ദ ഡൊമൈൻ ദെയർ എക്സിസ്റ്റ് എ യുണീക്ക് എലമെന്റ് ഇൻ ദ കോഡൊമൈൻ. കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഫോർ എവരി ഇൻപുട്ട് ദെയർ എക്സിസ്റ്റ് എ യുണീക്ക് ഔട്ട്പുട്ട്. ഒരു ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒറ്റ ഔട്ട്പുട്ടേ കിട്ടത്തുള്ളൂ ഫംഗ്ഷനകത്താണ്. ഉദാഹരണമായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന് എക്സാമ്പിൾ ആയിട്ട് എന്തൊക്കെ നോക്കാം. നമ്മുടെ ഫാന്, മിക്സി, ഇതെല്ലാം ഫംഗ്ഷൻ എക്സാമ്പിളാണ്. കാരണം എന്താ? അതിനകത്ത് ഓരോ ഒന്നിലും ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസുകൾ വ്യത്യസ്തമാണ്. ഫാനിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻ അല്ല മിക്സിയിലുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഓരോ ഫംഗ്ഷനെ കറസ്പോണ്ടിങ് ആയിട്ട് റൂൾ ഉണ്ടാവും. ആ റൂൾ അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഡൊമൈന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഒറ്റ ഔട്ട്പുട്ട് തരും. അതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്ര തരം ഫംഗ്ഷൻസുകൾ ഉണ്ട് എന്ന് നോക്കാം. ആദ്യം നമുക്കറിയാം, ഒന്ന് ഇൻറ്റു ഫംഗ്ഷൻ. എന്താണ് ഇൻറ്റു ഫംഗ്ഷൻ? എഫ് ഫ്രം അതിന് വേണ്ടി നമുക്കൊരു ഫംഗ്ഷൻ എടുക്കാം. സേ എഫ് ഫ്രം എ ടു ബി. ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന ഡൊമൈനും ബി എന്ന് പറയുന്ന കോഡൊമൈനും ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇൻറ്റു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് സെറ്റിന് ഈക്വൽ അല്ലാതെ വരുമ്പോഴാണ് അതിനെ ഇൻറ്റു ഫംഗ്ഷൻ പറയുന്നത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എയിലെ എലമെന്റ്സുകളുടെ ഇമേജുകൾ അല്ലാത്ത ഒരു എലമെന്റ് എങ്കിലും ബിയിൽ അധികമായിട്ടുണ്ടായിരിക്കണം. ദാറ്റ് ഈസ് there is an element in B which has no pre-image under F. രണ്ടാമത്തത് നമുക്ക് പറയാം 1 ഫംഗ്ഷൻ. 1 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ വേർഡിൽ തന്നെ ഉണ്ട് ഒന്നിനൊന്ന് അല്ലേ? അപ്പോൾ നമുക്ക് എയിലെ രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സുകൾ എടുക്കാം. സേ x1 not equal to x2 in എയിൽ നിന്ന് എടുത്താൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇമേജുകളും ഡിസ്റ്റിങ്ക്റ്റ് ആണ് എങ്കിൽ അതിനെ നമുക്ക് 1 ഫംഗ്ഷൻ എന്ന് പറയാം. ഇതിലെ എലമെന്റ്സുകൾക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് ഇമേജുകൾ ബിയിൽ കിട്ടി. അത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അതായത് ഒന്നിനൊന്ന് x1 f(x1)
x2 ഫോം വെച്ചു. ഈ ഇതിൽ തന്നെ ഓർത്തിരിക്കാം. 1 1 എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന്, x1 x2 വേറെ ഒന്ന്, ആ ഫോമിലിരിക്കും. മൂന്നാമത്തത് on2. on2 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കോഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് സെറ്റിന് തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ബിയിലുള്ള എല്ലാ എലമെന്റ്സുകളും എയിലെ എലമെന്റ്സുകളുടെ ഇമേജസുകളായിരിക്കണം. അല്ലെങ്കിൽ ബിയിലുള്ള ഓരോ എലമെന്റ്സുകളും എയിലെ ഏതെങ്കിലും ഒക്കെ എലമെന്റ്സുകളുടെ ഇമേജുകളായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ on2 എന്ന് പറയുന്നത്. ഇനി നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി എന്ന് പറഞ്ഞാൽ n of b raised to n of a ആണ്. n of b എന്ന് പറഞ്ഞാൽ ബിയിലെ നമ്പർ ഓഫ് എലമെന്റ്സ്, n of a എന്ന് പറഞ്ഞാൽ എയിലെ നമ്പർ ഓഫ് എലമെന്റ്സ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നാൽ അതിൽ നിന്ന് എത്ര ഫംഗ്ഷൻസുകൾ ഡിഫൈൻ ചെയ്യാം എന്ന് ചോദിച്ചാൽ, അതായത് നമ്പർ ഓഫ് ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി, എയിൽ നിന്നും ബിയിലേക്കാണെങ്കിൽ ആ തന്നിരിക്കുന്ന ഫംഗ്ഷന്റെ കോഡൊമൈനിലെ എലമെന്റ്സ് റൈസ് ടു ഡൊമൈനിലെ നമ്പർ ഓഫ് എലമെന്റ്സ്, അത്രയും ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി അടുത്തത് നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് ഫ്രം എ ടു ബി. എല്ലാം എയിൽ നിന്നും ബിയിലേക്കുള്ള കാര്യം നമ്മൾ ഈ പറയുന്നത്. എന്ന് പറഞ്ഞാൽ n of b p n of a. p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പെർമ്യൂട്ടേഷൻ ആണ്. n of b p n of a. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് വിച്ച് ആർ നോട്ട് on2 എന്ന് പറയുന്നതും നമ്പർ ഓഫ് ഫങ്ഷൻസ് വിച്ച് ആർ നോട്ട് 1 1 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. ഇത് എപ്പോഴും ഓർത്തിരിക്കണം. on2 അല്ലാത്ത ഫംഗ്ഷൻസുകളുടെ എണ്ണവും 1 1 അല്ലാത്ത ഫംഗ്ഷൻസുകളുടെ എണ്ണവും എപ്പോഴും സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസിനകത്തുനിന്നും 1 1 ഫംഗ്ഷൻസ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഇത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഈ സെറ്റിനകത്തെ on2 അല്ലാത്ത ഫംഗ്ഷൻസുകളുടെ എണ്ണം. ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് ഫംഗ്ഷൻസ് വിച്ച് ആർ നോട്ട് on2 ആണ്. അപ്പോൾ നമുക്കറിയാം ഈ നോട്ട് on2 എന്ന് പറയുന്നതും നോട്ട് 1 1 എന്ന് പറയുന്നതും സെയിം ആണ്. നോട്ട് 1 1 കണ്ടുപിടിക്കാൻ നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസിനകത്ത് നിന്ന് നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് കുറച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 4 raised to 4. നമ്പർ ഓഫ് 1 1 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 4 p 4. കാരണം എ എന്ന് പറയുന്ന സെറ്റിൽ നിന്നും അതിലേക്ക് തന്നെയാണ് പറയുന്നത്. അപ്പം സെറ്റിന്റെ മൊത്തത്തിലുള്ള എലമെന്റ്സ് 4 ആണ്. അപ്പോൾ ഡൊമൈനും 4 ആണ്, കോഡൊമൈനും 4 ആണ്. അപ്പോൾ 4 p 4. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 256 മൈനസ് 4 p 4 എന്ന് പറഞ്ഞാൽ 4 ഫാക്ടോറിയൽ ബൈ 0 ഫാക്ടോറിയൽ. അപ്പോൾ 4 ഫാക്ടോറിയൽ അല്ലേ. ദാറ്റ് ഈസ് 256 മൈനസ് 24 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 3 2 2 3. ഇതെന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ്. ഇതെന്ന് പറയുന്നത് 1 1 ഫങ്ഷൻസ്. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ. അതായത് നമ്മുടെ ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇതാണ്. ഒരു സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള ഒരു മാപ്പിംഗ് ആണ്. അതിന്റെ ഇമേജ് സെറ്റ് കണ്ടെയ്ൻ ചെയ്യുമ്പോൾ 2 or more എലമെന്റ്സുകൾ വരുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്ന്, ഇമേജ് സെറ്റ് കണ്ടെയ്നിങ് 2 elements. അടുത്ത ഇമേജ് സെറ്റ് കണ്ടെയ്നിങ് 3 elements. മൊത്തം എത്ര എലമെന്റ്സ് ഉണ്ട്? 4 എലമെന്റ്സ്. അപ്പോൾ ഒന്നുകൂടെ വരും. ഇമേജ് സെറ്റ് കണ്ടെയ്നിങ് 4 elements അല്ലേ. എന്ന് പറഞ്ഞാൽ ഇത് 3 കണ്ടുപിടിക്കുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ കോംപ്ലിമെന്റ് എടുത്താൽ മതി. ടോട്ടൽ നമ്പർ ഓഫ് ഫംഗ്ഷൻസിൽ നിന്നും ഇമേജ് സെറ്റ് കണ്ടെയ്നിങ് 1 element അങ്ങ് കുറച്ചാൽ മതി അല്ലേ.
അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫങ്ഷൻസ് മൈനസ് ഇമേജ് സെറ്റ് കണ്ടെയ്നിങ് വൺ എലമെന്റ്. അപ്പോൾ ഇവിടെ 4⁴ ആണ്, മൈനസ് 256 മൈനസ് 4, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 250. അതാണ് നമ്മുടെ ആൻസർ. അതായത് ആൻസർ ബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു ഫംഗ്ഷൻ എയിൽ നിന്നും ബിയിലേക്ക് എയുടെ കാർഡിനാലിറ്റി 4 ആണ്, ബിയുടെ കാർഡിനാലിറ്റി 5 ആണ്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്നും ബിയിലേക്കുള്ള 1 ഫംഗ്ഷൻസുകളുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്പർ ഓഫ് 1 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 5p4 ആണ്. എന്ന് പറഞ്ഞാൽ 5 ഫാക്ടോറിയൽ ബൈ 1 ഫാക്ടോറിയൽ. അപ്പം 5 ഫാക്ടോറിയൽ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 120. അതായത് നമ്മുടെ ആൻസർ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ്. ഇത് 1 ആണോ 1 ആണോ ബൈജക്റ്റീവ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു മോഡ് എക്സ്. അപ്പോൾ മോഡ് എക്സിനെ നമുക്കൊന്ന് മാറ്റാം. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആയിരിക്കും if x greater than or equal to 0 and minus x ആയിരിക്കും if x less than or equal to 0. That is, അതിനെ ഒന്നും കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ x square if x less than greater than or equal to 0 and minus x square if x less than or equal to 0. അപ്പോൾ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിന്റെ മറ്റൊരു രൂപം കിട്ടി. അപ്പോൾ നമുക്കത് 1 ആണോ നോക്കാം. 1 ആകണമെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡൊമൈനിലെ ഏത് 2 എലമെന്റുകൾ എടുത്താലും സെയിം എലമെന്റ് ആണെങ്കിൽ സെയിം ഇമേജ്, ഡിസ്റ്റന്റ് എലമെന്റ് ആണ് ഡിസ്റ്റന്റ് ഇമേജ്. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ഡിസ്റ്റന്റ് എലമെന്റുകൾ ഒന്ന് എടുത്തു നോക്കാം. 6ൽ നിന്ന് നമ്മളൊരു 1 എടുത്തു, -1 എടുത്തു. അപ്പോൾ 1 ഉം -1 2 ഡിസ്റ്റന്റ് എലമെന്റ്സുകൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ 1 കിട്ടും. എഫ് ഓഫ് -1 എന്ന് പറയുന്നത് എന്ത് കിട്ടും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ -1 കിട്ടും. അപ്പോൾ ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? അങ്ങനെ നമ്മൾ ഏതെണ്ണം എടുത്തു, ഏത് 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റുകൾ എടുത്താലും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജുകളാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് 1 ആണ്. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കണം. ഓൺ ടു ആണോ എന്ന് നോക്കണമെങ്കിൽ എന്താണ്? കോഡൊമൈൻ എന്ന് പറയുന്നത് റേഞ്ച് സെറ്റിന് തുല്യമായിരിക്കണം. എന്ന് പറഞ്ഞാൽ കോഡൊമൈനിലെ എല്ലാ എലമെന്റ്സുകളും ഇമേജസുകളായിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. 6ലെ ഒരു എലമെന്റ് 0 എടുത്തു. 0 എടുക്കുമ്പോൾ 0 ഇമേജ് ആയിട്ട് കിട്ടും. 6ലെ മറ്റൊരു എലമെന്റ് 1 എടുത്തു. 1 എടുക്കുമ്പോൾ 1 ആണ് ഇമേജ് വരുന്നത്. -1 എടുത്തു. -1 എടുക്കുമ്പോഴേ -1 ആണ് ഇമേജ് വരുന്നത്. √3 എടുത്തു. √3 എടുക്കുമ്പോൾ 3 കിട്ടും. -√3 എടുത്താൽ -3 കിട്ടും. എന്ന് പറഞ്ഞാൽ 6 മൊത്തം ഇമേജസ് ആയിട്ട് വരികയാണ്. അപ്പോൾ നമുക്ക് പറയാം എഫ് ഈസ് ഓൺ ടു. അപ്പോൾ എഫ് 1 ആണ്, ഓൺ 2 ആണ്. therefore we can say എഫ് ഈസ് ബൈജക്റ്റീവ്. അല്ലേ? അതായത് നമ്മുടെ ആൻസർ സി. ഇനി നേരെ മറിച്ച് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി മറ്റൊരു രൂപത്തിൽ നോക്കാം. ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ മറ്റുള്ള വെറുതെ ഒന്ന് പറയുന്നതേ ഉള്ളൂ. എക്സ് മാറ്റി നമ്മളങ്ങ് മോഡ് എക്സ് ആക്കി വിചാരിക്കുക. എഫ് 6ൽ നിന്ന് 6ലേക്കാണ്. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആയിട്ട് നമ്മളങ്ങ് ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും if x greater than or equal to 0, -x ആയിരിക്കും if x less than or equal to 0. അപ്പോൾ ഇത് 1 ആണോ എന്ന് നോക്കാം. മുമ്പേ പറഞ്ഞ പോലെ x1 x2 എടുത്തു, സേ 1 -1 എടുത്തു. അപ്പോൾ എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ -1 അല്ലേ എന്ന് പറഞ്ഞാൽ 1 ആയി അല്ലേ. അപ്പോൾ 2 ഡിസ്റ്റിങ്ക്റ്റ് എലമെന്റ്സുകൾക്ക് ഇമേജ് സെയിം ആയിട്ട് വന്നു. therefore we can say it is not 1 1. ഇപ്പോൾ 1 1 അല്ല.
ഇനി ഓൺ ടു ആണോ നോക്കാം. ഓൺ ടു ആണോ നോക്കാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് പറയാം എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മോഡ് എക്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരുന്നില്ല, ആ റേഞ്ച് സെറ്റിനകത്ത് നെഗറ്റീവ് എലമെന്റ്സ് വരുന്നില്ല. റേഞ്ച് സെറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ നെഗറ്റീവ് എലമെന്റ്സ്. എഫ് ഓഫ് ആർ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു ആറാണ്. അപ്പോൾ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച് ആണ്. therefore it is not on to. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഫംഗ്ഷൻ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നമ്മൾ ലിമിറ്റ് കണ്ടിന്യൂറ്റി സെക്ഷനിലേക്ക് പോകും.